واتل عليهم نبأ إبراهيم إذ قال لأبيه وقومه ما تعبدون قالوا نعبد أصناما فنظل لها عاكفين قال هل يسمعونكم إذ تدعون أو ينفعونكم أو يضرون قالوا بل وجدنا آباءنا كذلك يفعلون قال أفرأيتم ما كنتم تعبدون أنتم وآباؤكم الأقدمون فإنهم عدو لي إلا رب العالمين الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين والذي يميتني ثم يحيين والذي أطمع أن يغفر لي خطيئتي يوم الدين رب هب لي حكما وألحقني بالصالحين. الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه أجمعين أما بعد. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ തൗഹീദുർ റുബൂബിയ്യത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു അള്ളാഹുവിലുള്ള വിശ്വാസം അൽ ഈമാനു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ 4 കാര്യങ്ങളാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത് അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ വുജൂദ് എന്ന കാര്യത്തിൽ നമ്മൾ വിശ്വസിക്കണം. രണ്ടാമത് അള്ളാഹുവിൻ്റെ റുബൂബിയ്യത്ത്, അള്ളാഹു ഉണ്ട് എന്നത് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് എന്നുള്ള വിശ്വാസം. അതാണ് തൗഹീദുർ റുബൂബിയ്യത്ത്. സൃഷ്ടാവും സംരക്ഷകനും നിയന്ത്രിക്കുന്നവനും എല്ലാം അള്ളാഹുവാണ് എന്നുള്ള വിശ്വാസം. മൂന്നാമത്തേത് തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹുവിനെ മാത്രമായിരിക്കണം ഇബാദത്ത് ചെയ്യുന്നത്, ആരാധിക്കുന്നത് എന്ന അർത്ഥമുള്ള തൗഹീദുൽ ഉലൂഹിയ്യ. മൂന്നാമത് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് മാത്രം വകവെച്ച് കൊടുക്കുക എന്ന വിശ്വാസം. ഈ 4 കാര്യങ്ങളാണ് ഈമാനു ബില്ലാഹ്, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ അള്ളാഹുവിൻ്റെ വുജൂദിനെ കുറിച്ച് പറഞ്ഞു, തൗഹീദുർ റുബൂബിയ്യത്തിനെ കുറിച്ചും പറഞ്ഞു. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് തൗഹീദുൽ ഉലൂഹിയ്യത്താണ്. തൗഹീദുർ റുബൂബിയ്യത്തിൻ്റെ തുടർച്ചയാണ് തൗഹീദുൽ ഉലൂഹിയ്യത്ത്. അള്ളാഹു ഉണ്ട്, അള്ളാഹുവിൻ്റെ വുജൂദ് സത്യമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചോദ്യമാണ്, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഉണ്ടായേ പറ്റൂ. അതിനുള്ള യുക്തിപരമായ തെളിവുകൾ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവ് ഒരാളായിരിക്കണോ, ഒന്നിൽ കൂടുതൽ ആളുകളാവാൻ പറ്റുമോ, എന്തുകൊണ്ട് പറ്റില്ല എന്ന കാര്യം തൗഹീദുർ റുബൂബിയ്യത്തിൽ നമ്മൾ വിശദീകരിച്ചു. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അങ്ങനെയുള്ള ആ റബ്ബ്, അവൻ്റെ റുബൂബിയ്യത്ത്, അവനാണെന്ന് സൃഷ്ടിച്ചത്, അവനാണ് സംരക്ഷിക്കുന്നത്, അവനാണ് നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ചത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ എന്നായിരുന്നു നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. ഒരാൾ അള്ളാഹു മാത്രമാണ് ഈ ലോകത്തിൻ്റെ സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്നു, അവന് സൃഷ്ടിയിൽ യാതൊരു പങ്കാളിയുമില്ല, അവൻ്റെ കൂടെ സഹായിക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതാണ് തൗഹീദുർ റുബൂബിയ്യത്ത്. അതുകൊണ്ട് മാത്രം പ്രയോജനം ഉണ്ടാകുമോ? അതായത് നമ്മൾ അവസാനം പറഞ്ഞത്. എന്താ ഉത്തരങ്ങൾ പറയും ഈശ? തൗഹീദുർ റുബൂബിയ്യത്ത് മാത്രം ഒരാൾ വിശ്വസിച്ചതുകൊണ്ട് കാര്യമുണ്ടാകും? ഇല്ല. എന്തുകൊണ്ട്? ഖുറൈശികൾ, മക്ക മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്നത്. എന്നിട്ടും അവരെക്കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം എന്നാണ് പറഞ്ഞത്. അപ്പോൾ തൗഹീദുർ റുബൂബിയ്യത്ത് മാത്രം ഒരാൾ വിശ്വസിച്ചതുകൊണ്ട് അയാൾ രക്ഷപ്പെടുകയില്ല. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ റുബൂബിയ്യത്ത് പരിപൂർണമായിട്ടും വിശ്വസിച്ചിരുന്നു എന്നാണോ? അല്ല. അവർക്ക് റുബൂബിയ്യത്തിൻ്റെ വിഷയത്തിൽ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. എല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതിൽ ചില പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട്, ചില കുറവുകൾ അവർക്കുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിന് പുറമെ സൃഷ്ടി കർമ്മം നിർവഹിക്കാൻ, ശൂന്യതയിൽ നിന്ന് വസ്തുക്കളെ സൃഷ്ടിക്കാൻ കഴിവുള്ള ഇലാഹുകളുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നവരും ഉണ്ടായിരുന്നു മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ. പക്ഷേ മുശ്രിക്കുകളിൽ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വലയിൻ സഅൽതഹും എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൊക്കെ പറഞ്ഞത്, അവരോട് ചോദിച്ചാൽ ആരാണ് സൃഷ്ടാവ് എന്ന് ചോദിച്ചാൽ അള്ളാഹുവാണെന്ന് പറയും. അപ്പോൾ ഒരാളവിടെ അള്ളാഹിനെ പോലെ സൃഷ്ടി കർമ്മം ചെയ്യാൻ പറ്റുന്ന കഴിവുള്ള ആളുകളുണ്ട് എന്ന് വിശ്വസിക്കുന്നു. വേറെ കുറേ മുശ്രിക്കുകൾ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇവരെല്ലാവരെയും അള്ളാഹ് എന്താ പറഞ്ഞത്? ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന ഫീ നാരി ജഹന്നം. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഇതുകൊണ്ട് മാത്രം കാര്യമില്ല, തൗഹീദ് റുബൂബിയ്യത്ത് അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണ് സൃഷ്ടാവ് എന്ന് വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ചോദ്യം പിന്നെ എന്താണ് വേണ്ടത് എന്നാണ്, അല്ലേ? തൗഹീദുൽ റുബൂബിയ്യത്ത് കൊണ്ട് മാത്രം പ്രയോജനമില്ലെങ്കിൽ പിന്നെ എന്താണ് അതിൻ്റെ കൂടെ വേണ്ടത്? അതാണ് തൗഹീദുൽ റുബൂബിയ്യത്ത്, അഫ്വൻ തൗഹീദുൽ ഉലൂഹിയ്യത്ത്. അപ്പോൾ ഇത് രണ്ടും വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്ന ഒരു വാക്ക്, അറബിയിൽ പറയുന്ന ഒരു വാക്ക് എന്താണ്? തൗഹീദുർ റുബൂബിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിഹി, അള്ളാഹുവിൻ്റെ പ്രവൃത്തികളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക. അപ്പോൾ സൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു ചെയ്യുന്നതാണ്. റിസ്ക് തരിക എന്നുള്ളത് അള്ളാഹു ചെയ്യുന്നതാണ്. ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുക, തദ്ബീർ, അതാര് ചെയ്യുന്നതാണ്? അള്ളാഹു ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അള്ളാഹുവിന് മാത്രം വകവെച്ച് കൊടുക്കുക, ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് വിശ്വസിക്കുക. അതാണ് തൗഹീദു അർ-റുബൂബിയ്യ. തൗഹീദുൽ ഉലൂഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഇഫ്റാദുല്ലാഹി ബി അഫ്ആലിൽ ഇബാദ്, അടിമകളായ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അള്ളാഹുവിലേക്ക് മാത്രം തിരിച്ചു വെക്കുക. അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുക. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് മാത്രം ചെയ്യുക. അതാണ് തൗഹീദുൽ ഉലൂഹിയ്യ എന്ന് പറയുന്നത്. പിന്നെ അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? അതാണ് ഇബാദത്ത്. അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നതാണ് ഇബാദത്ത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുകളെയും മനുഷ്യനെയും ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. എന്താണ്? എനിക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി മാത്രമെന്നാണ് അള്ളാഹു തആല പറയുന്നത്. അപ്പോൾ മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യമാണ് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇബാദത്താണ് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾ മനസ്സിൽ തോന്നാൻ സാധ്യതയുണ്ട്. ചില കുട്ടികളൊക്കെ അങ്ങനെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. എന്താണ്? അള്ളാഹ്ക്ക് നമ്മുടെ ഇബാദത്തിൻ്റെ ആവശ്യമുണ്ടോ? പല ആൾക്കാരും പല രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. എൻ്റെ ചുരുക്കം ഇതാണ്. എന്താണ്? അള്ളാഹുവിന് ഇത്രയും ശക്തനായ ഈ വസ്തുക്കളൊക്കെ സൃഷ്ടിച്ച, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, ഇത്രയും എല്ലാത്തിൻ്റെയും ഉടമയായ റബ്ബിന് നമ്മൾ കുറച്ച് ആൾക്കാർ അവനെ ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കിട്ടാനാണ്? അങ്ങനെ വല്ല ഹാജത്തും അവനുണ്ടോ? അള്ളാഹ്ക്ക് ആവശ്യമുണ്ടോ? ഈ ചോദ്യം ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയിരിക്കാം, ചിലപ്പോൾ ഭാവിയിൽ തോന്നാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഒന്ന് പറയാം. അങ്ങനെ ആവശ്യം ഉണ്ടോ അള്ളാഹ്ക്ക്? ഒന്നാമത് ഈ ചോദ്യം തെറ്റാണ്. എന്തുകൊണ്ടാണ് തെറ്റ്? ചില ചോദ്യങ്ങൾ തെറ്റായിരിക്കും, എല്ലാ ചോദ്യം ശരിയായിരിക്കില്ല. അതിൻ്റെ അർത്ഥം ചോദ്യം ചോദിച്ച ആൾക്ക് ശിക്ഷ കിട്ടുമെന്നല്ല, അത് പരലോകത്ത് കുറ്റം കിട്ടുമെന്നല്ല. പരലോകത്ത് കുറ്റമൊന്നുമില്ലെങ്കിൽ ചോദ്യം തെറ്റായിരിക്കും. ഉദാഹരണത്തിന് ഈ പെന്നുകൊണ്ട ഞാൻ ചോദിക്കുകയാണ്, ഈ പേന ആരാണ് പൊട്ടിച്ചത് എന്ന് ചോദിച്ചെന്ന് വിചാരിക്കുക. ഈ പേന പൊട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എൻ്റെ ചോദ്യം തെറ്റാണ്. ഈ പേന ആരാണ് പൊട്ടിച്ചതെന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ റോങ് ആണ്. പക്ഷെ അങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അയാൾക്ക് പറഞ്ഞു കൊടുക്കും, ഇത് പൊട്ടിയിട്ടില്ല, അതുകൊണ്ട് എൻ്റെ ചോദ്യം തെറ്റാണ് എന്ന് കേൾക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കും. അത്രയേ ഉള്ളൂ. അതുപോലെ നമ്മളെ ഈ ചോദ്യം തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ്? ഇപ്പോൾ പേന ആരാ പൊട്ടിച്ചതെന്നുള്ള ചോദ്യം എന്തുകൊണ്ടാണ് തെറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാണ്, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ പറഞ്ഞ ചോദ്യം, അള്ളാഹുവിന് നമ്മുടെ ഇബാദത്ത് ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം, അതെന്തുകൊണ്ടാണ് തെറ്റാവുന്നത്? തെറ്റാവാൻ കാരണം ഈ ചോദ്യം വരുന്നത് എവിടെ നിന്നാണ്? മനുഷ്യൻ അള്ളാഹുവിനെ മനുഷ്യനോട് ഉപമിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ പ്രത്യേകതയാണ്, മനുഷ്യനൊരു കാര്യം ചെയ്യണമെങ്കിൽ രണ്ട് കാരണങ്ങളുണ്ടാവും അതിൻ്റെ പിന്നിൽ. അതിലേതെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒന്നുകിൽ ഒരു ഹാജത്ത്, നമുക്ക് ആവശ്യമുണ്ടാവും. ഇപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുന്നു, ഇപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണം കഴിച്ചു. എന്തിനാണ് ഭക്ഷണം കഴിച്ചത്? എന്താ നമ്മൾ ഭക്ഷണം കഴിച്ചത്? വിശക്കും, കഴിച്ചിട്ടില്ലെങ്കിൽ വിശക്കും. അപ്പോൾ ഭക്ഷണത്തോട് നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ ആവശ്യം വരും. അതാണ് വിശപ്പ് നമ്മൾ പറയുന്നത്. ഭക്ഷണത്തോടുള്ള ആഗ്രഹം, അത് കാണുമ്പോൾ തിന്നാൻ തോന്നുക, അതിനാണ് വിശപ്പ് എന്ന് പറയുന്നത്. ഭക്ഷണം ഇല്ലാത്തത് കൊണ്ട് ക്ഷീണം ഉണ്ടാവും. അതിനൊക്കെയാണ് നമ്മൾ ചുരുക്കിയിട്ട് വിശപ്പ് എന്ന് പറയുന്നത്. നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ട്, വെള്ളം കുടിക്കുന്നുണ്ട്, ഇനിയും കുടിക്കും. എന്തുകൊണ്ടാണ്? ദാഹം എന്ന് പറയുന്ന ഒരു ഹാജത്ത് നമുക്കുണ്ട്. ദാഹം മാറ്റൽ എന്ന് പറയുന്നൊരു ഹാജത്തുണ്ട്, ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഒരു ഹാജത്ത് കൊണ്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിലോ, ഇപ്പോൾ ചില ആൾക്കാർ ക്ലാസ്സിൽ ഇരുന്നിട്ട് കളിക്കുന്നുണ്ടാവും. അതെന്തെങ്കിലും ഹാജത്തുണ്ടായിട്ടാണോ? അല്ല. പിന്നെന്തിനാണ് ചെയ്യുന്നത്? ഒരു ക്ലാസ് നടക്കുന്ന സമയത്ത്, ഇപ്പോൾ ചിലപ്പോൾ ഈ ക്ലാസ്സിലുണ്ടാവാം ഒരാളിങ്ങനെ എന്തെങ്കിലും സാധനം എടുത്ത് കറക്കുന്നു, അല്ലെങ്കിൽ വെറുതെ ഡ്രസ്സിൽ പിടിച്ച് കളിക്കുന്നു. ഇതെന്തിനാണ്? ഇതാണ് അബസ്, ഒന്നുമില്ല, വെറുതെ. അപ്പോൾ മനുഷ്യൻ ഒന്നുകിൽ ഒരു ഹാജത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ അബസായിട്ട് വെറുതെ എന്തെങ്കിലും ചെയ്യും, വെറുതെ ചെയ്യുക.
ഇത് 2 ഓപ്ഷനേ ഉള്ളൂ മനുഷ്യന്. ഈ രണ്ടിലൊന്നായിരിക്കും. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഒന്നുകിൽ നിങ്ങൾക്കത് ഒരു ഹാജത്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അബസായിരിക്കും, ഒരു ഉദ്ദേശമില്ലാതെ വെറുതെ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഇത് അള്ളാഹ്ക്ക് ബാധകമല്ല. അള്ളാഹ്ക്ക് അത് ഹാജത്തുള്ളതുകൊണ്ടാണ് നമുക്ക് അതിനോട് ഇഷ്ടം ഉണ്ടാകുന്നത്. ഒന്നുകിൽ ഹാജത്ത് ഉണ്ടാകും, അല്ലെങ്കിൽ അബസായിരിക്കും. ഈ 2 കാര്യങ്ങൾ, രണ്ടിലേതെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കും നമ്മുടെ ഏതൊരു പ്രവൃത്തിയുടെയും പിന്നിൽ മനുഷ്യൻ്റെ. ഈ 2 കാരണങ്ങളേ ഉണ്ടാവുള്ളൂ. എന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മനുഷ്യനല്ലല്ലോ. അപ്പം അള്ളാഹുവിന് ഇതല്ലാത്ത ഹിക്മത്തുകൾ ഉണ്ടാവാം, ഇതല്ലാത്ത ഉദ്ദേശങ്ങൾ ഉണ്ടാവാം. അവനൊരു ഹാജത്ത് ഉണ്ടായിട്ടല്ല, അവന് അബസായിട്ട് ചെയ്യുന്നതുമല്ല. ഇത് മാത്രമല്ല, ഈ അബസും ഹാജത്തും അള്ളാഹുവിന് ഇല്ലാത്തതാണ്. ഇത് രണ്ടും അള്ളാഹ്ക്ക് ഇല്ല. ഇതിന് പുറമേ വേറെ ഹിക്മത്ത് ഉണ്ടാവാം എന്നല്ല പറയുന്നത്. ഇത് രണ്ടും അള്ളാഹുവിന് തീരെ ഇല്ല. മനുഷ്യൻ്റെ കോടാനുകോടി പ്രവൃത്തികൾ, ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യന്മാർ ചെയ്യുന്ന, ദിവസവും ഓരോ നിമിഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് പ്രവൃത്തികൾ, അതൊക്കെ വരുന്നത് ഈ 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നുകിൽ അവർക്ക് ഹാജത്തുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ പുറത്തിറങ്ങിയാൽ ആൾക്കാരിങ്ങനെ തിരക്കിട്ട് ഓടുന്ന കാണാം. ഒക്കെ എന്തിനായിരിക്കും? ഒന്നുകിൽ അവരുടെ ഹാജത്തിനായിരിക്കും. കുറേ ആൾക്കാർ വെറുതെ അബസായിട്ട് ഓടുന്ന ആൾക്കാരുണ്ടാവും, വെറുതെ എന്തെങ്കിലും ചെയ്യേണ്ട സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും അള്ളാഹുവിന് ബാധകമല്ല. ആരാണ് പറഞ്ഞത് ബാധകമല്ല എന്ന്? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എവിടെ? അഫ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസ, നിങ്ങളെ ഞാൻ അബസായിട്ട് വെറുതെ ഒരു ഉദ്ദേശവുമില്ലാതെ ഒരു ലക്ഷ്യമില്ലാതെ സൃഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അഫ ഹസിബത്തും അന്നമാ ഖലഖനാകും അബസൻ വ അന്നകും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് മടങ്ങി വരികയില്ല, ഞാൻ വെറുതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടതാണ്, എന്നിട്ട് നിങ്ങൾ ഉപേക്ഷിക്കാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുപോലെ വേറെ ആയത്തുകളിലും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വമാ ഖലഖന അസ്സമാഅ വൽ അർള വമാ ബൈനഹുമാ ലാഇബീൻ, ആകാശങ്ങളും ഭൂമിയും അതിനിടയിലുള്ളതുമൊന്നും കളിയായിട്ട് ഞാൻ സൃഷ്ടിച്ചതല്ല, വെറുതെ സൃഷ്ടിച്ചതല്ല. അപ്പോൾ അബസ് എന്നുള്ളത് അള്ളാഹുവിനില്ല. ഹാജത്തുണ്ടോ? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ എന്ന ആയത്ത് കഴിഞ്ഞിട്ട് പിന്നെന്താ പറഞ്ഞത്? മാ ഉരീദു മിൻഹും മിൻ റിസ്ക്, മനുഷ്യൻ ഇങ്ങോട്ട് എന്തെങ്കിലും റിസ്ക് തരണം, ഇങ്ങോട്ട് എന്തെങ്കിലും എനിക്ക് കൊണ്ടുവന്ന് തരണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരെനിക്ക് ഭക്ഷണം നൽകണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ഇന്നല്ലാഹു ഹുവർ റസാഖ്, അള്ളാഹുവാണ് അവർക്ക് അങ്ങോട്ട് റിസ്ക് കൊടുക്കാൻ പോകുന്നത്. ദുൽ ഖുവ്വത്തി അൽ മതീൻ, അവനാണ് എല്ലാ ശക്തിയും കഴിവും ഉള്ളവൻ. അപ്പോൾ ഈ രണ്ടും അള്ളാഹുവിനില്ല. ഇൻ തക്ഫുറു, എന്താണ് ബാക്കി? ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, എന്താ ആയത്തിൻ്റെ അർത്ഥം? നിങ്ങൾ നിഷേധികളാവുകയാണെങ്കിൽ, ഇബാദത്ത് ചെയ്യാതെ, എന്താ കുഫ്ർ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞ ഇബാദത്ത് അള്ളാഹ്ക്ക് ചെയ്യാതെ പോവുക ആണ് കുഫ്ർ എന്ന് പറയുക. അങ്ങനെ നിങ്ങൾ കുഫ്ർ ചെയ്താൽ എന്താണ്? ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും, അള്ളാഹുവിന് നിങ്ങളുടെ ആവശ്യമില്ല, അപ്പോൾ ഹാജത്തില്ല. വഖാല മൂസ ലിഖൗമിഹി യാ ഖൗമി ഇൻ തക്ഫുറു അൻതും വമൻ ഫിൽ അർദി ജമീഅൻ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദാണ്, ഹുവൽ ഗനിയ്യുൽ ഹമീദാണ്. ഏതായാലും ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ് അല്ലേ? സൂറത്ത് ഇബ്രാഹിമിൽ ഹുവലല്ലോ ഇല്ല. മൂസാ നബി പറയാണ്, നിങ്ങളും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും കാഫിറുകളായാലും ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹുവിന് നിങ്ങൾ ആവശ്യമില്ല. അപ്പോൾ അള്ളാഹുവിന് ആളെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി നബിമാരെ വിട്ട് കഷ്ടപ്പെട്ട് ആളുകളുടെ ഇബാദത്ത് എനിക്ക് കിട്ടട്ടെ, അത് കിട്ടിയാലേ എൻ്റെ ഹാജത്ത് നടക്കുകയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അള്ളാഹു നബിമാരെ പറഞ്ഞയച്ചതല്ല എന്നാണ് നബി കൗമിനോട് പറയുന്നത്. നിങ്ങളുടെ ഇബാദത്ത് അള്ളാഹുവിന് ആവശ്യമേ ഇല്ല. ഒരു ഹദീസിൽ നിങ്ങൾ 40 നബിയിൽ ഹിഫ്ലാക്കും, ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വഇൻസക്കും വജിന്നക്കും കാനു അലാ അത്ഖാ ഖൽബി റജുലിൻ മിൻകും മാ സാദ ദാലിക ഫി മുൽക്കി ഷൈഅ. ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറയാണ്, നിങ്ങൾ എല്ലാ മനുഷ്യരും അതുപോലെ ജിന്നുകളും, എല്ലാ മനുഷ്യരും എന്ന് പറഞ്ഞാൽ ആദം നബി മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കോടാനുകോടി മനുഷ്യന്മാരെല്ലാവരും, അതുപോലെ ജിന്നുകളും എല്ലാവരും ഏറ്റവും തഖ്വയുള്ള ഒരു മനുഷ്യൻ്റെ അവസ്ഥയിലായി. ആരായിട്ടും തഖ്വയുള്ള മനുഷ്യൻ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എല്ലാവരും മുഹമ്മദ് നബിയെ പോലെയായി, സകല മനുഷ്യരും. മാ സാദ ദാലിക ഫി മുൽക്കി ഷൈഅൻ, അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നേരത്തെ ലൗ അന്ന അവ്വലക്കും വആഖിറക്കും വജിന്നക്കും വഇൻസക്കും കാനു അലാ അഫ്ജരി ഖൽബി വാഹിദിൻ മിൻകും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആൾ ഇബ്ലീസ്, സകല മനുഷ്യർ ഇബ്ലീസിനെ പോലെയായി. എന്ത് സംഭവിക്കും? മാ നഖസ ദാലിക ഫി മുൽക്കി ഷൈഅ, മാ നഖസ ദാലിക മിൻ മുൽക്കി ഷൈഅ, എൻ്റെ മുൽക്കിൽ നിന്ന് ഒന്നും കുറയാൻ പോകുന്നില്ല അതുകൊണ്ട്. അപ്പോൾ അള്ളാഹ്ക്ക് യാതൊരു മാറ്റവും, നമ്മൾ നന്നായാലും മോശമായാലും യാതൊരു മാറ്റമില്ല. അപ്പോൾ അള്ളാഹ്ക്ക് ഹാജത്തുണ്ടോ? ഇല്ല. അബസായിട്ട് അള്ളാഹ് എന്തെങ്കിലും ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഇത് രണ്ടുമല്ല. ഇത് രണ്ടുമല്ലാതെ പ്രവൃത്തികൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം നമ്മൾ മനുഷ്യരാണ്. നമുക്ക് ഈ 2
റൂട്ടിലൂടെ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ അബസ് അല്ലെങ്കിൽ ഹാജത്ത്. ഇത് രണ്ടുമല്ലാതെ ഹിക്മത്തിന് വേണ്ടി അമൽ ചെയ്യുന്ന, ഹിക്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ലക്ഷ്യങ്ങളുടെ പേരിൽ വലിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ട് ഫിഅലുകൾ ചെയ്യുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലുള്ള ഹിക്മത്ത് നമുക്ക് അറിഞ്ഞോളണമെന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഹിക്മത്ത് ഇല്ല എന്നാണോ? അല്ല. നമുക്കൊരു കാര്യം അറിയില്ല എന്ന് പറഞ്ഞാൽ അതില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? ഒരിക്കലും അല്ല. ഏതുപോലെ എന്ന് വിചാരിച്ചാൽ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. വലിയൊരു സ്ഥാപനം, ലോകത്തിൻ്റെ നാനാഭാഗത്തും ഓഫീസുകളുള്ള വലിയൊരു കമ്പനി, ബ്രാഞ്ചുകളുള്ള ഒരു കമ്പനിയാണെന്ന് വിചാരിക്കും. അതിൻ്റെ നമ്മുടെ നാട്ടിലെ, കേരളത്തിലെയോ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിലോ ഉള്ള ഒരു ചെറിയ ഓഫീസിൽ ചെറിയൊരു ജോലിയാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ കമ്പനിയുടെ എല്ലാ ഇടപാടുകളും അവർ ഒരു രാജ്യത്ത് അവരുടെ ബ്രാഞ്ച് പൂട്ടി, അല്ലെങ്കിൽ പുതിയൊരു രാജ്യത്ത് തുറന്നു, അല്ലെങ്കിൽ അവർ പുതിയൊരു കച്ചവടം തുടങ്ങി, ഒരു കമ്പനിയുമായിട്ട് അവരൊരു കരാറുണ്ടാക്കി, ഇതെല്ലാം ആ കമ്പനിയിലെ ഒരു രാജ്യത്തിൻ്റെ ഒരു സ്റ്റേറ്റിലെ ഒരു ജില്ലയിലെ ഒരു ചെറിയ ഓഫീസിൽ ചെറിയൊരു ജോലി ചെയ്യുന്ന ഒരാൾ അറിഞ്ഞിരിക്കണം എന്ന് തീരുമാനിച്ചാൽ നടക്കുമോ? അയാൾ പറയാം, അപ്പോൾ കമ്പനീൻ്റെ ഇൻ്റർനാഷണൽ ഹെഡ് അയാൾ ചെയ്ത ഇന്ന പരിപാടി, അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് കൊണ്ട് അയാൾ ചെയ്തത് വിഡ്ഢിത്തമാണ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാൽ ആ പറഞ്ഞവനാണ് വിഡ്ഢി എന്ന് നമ്മൾ പറയും. കാരണം അവനറിയില്ല എന്നതുകൊണ്ട് ആ സംഗതി ഇല്ല എന്നർത്ഥമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ ഹിക്മത്ത് ഉണ്ട് എന്നതിൽ സംശയമില്ല. ഹിക്മത്ത് ഉള്ള പ്രവൃത്തികളെ അള്ളാഹു ചെയ്യുകയുള്ളൂ. വഹുവൽ അലിയുൽ ഹക്കീം. പക്ഷേ അത് നമുക്ക് അറിഞ്ഞോളണം എന്ന് നിർബന്ധമില്ല. എന്നാലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു തന്നിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. അള്ളാഹു എന്തുകൊണ്ട് ഇന്നത് ചെയ്യുന്നു എന്നതിൻ്റെ ഹിക്മത്തുകളായി ചില കാര്യങ്ങൾ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഹിക്മത്തുകൾ എന്താണ്? ഒന്ന്, നമ്മൾ അള്ളാഹുവിൻ്റെ അടിമകളാണ്, അള്ളാഹു നമ്മുടെ ഉടമയാണ്. നമ്മുടെ മനസ്സിന് സമാധാനവും തുമഅനീനത്തും ഉണ്ടാവുക അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മാത്രമാണ്. നമുക്ക് മനസ്സിന് സംതൃപ്തി ഉണ്ടാവുക അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് മാത്രമാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്ർ എന്ന് പറഞ്ഞാൽ എല്ലാ ഇബാദത്തുകളും പെട്ടു. ദിക്ർ നമ്മൾ സാധാരണ ചൊല്ലുന്ന സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഈ ദിക്റുകൾ മാത്രമല്ല, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ടേ മനസ്സിന് തുമഅനീനത്തുണ്ടാവുകയുള്ളൂ. വമൻ യഅമൽ മിനസ് സാലിഹാത്തി വഹു സൂറത്ത് നഹ്ലിലാത്ത് വമൻ യഅമൽ മിനസ് സാലിഹാത്തി മിൻ ദക്കറിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ. ആരാണോ അമലു സാലിഹാത്ത് ചെയ്യുന്നത് ഈമാനോടുകൂടി, ആണാവട്ടെ പെണ്ണാവട്ടെ, ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ, അവന് നല്ല ജീവിതം ഞാൻ നൽകും. അപ്പം നല്ല ജീവിതം, മനസ്സിന് സമാധാനം, ഇതൊക്കെ ആർക്കാണ് ഉണ്ടാവുക? അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നവർക്കേ ഉണ്ടാവുള്ളൂ. ഇതാർക്കാണ് ഗുണം? അള്ളാഹ്ക്കാണോ നമുക്കാണോ? നമുക്കാണ്. അപ്പോൾ എത്ര സമ്പത്തുണ്ടായാലും എത്ര ഭൗതിക സുഖങ്ങളുണ്ടായാലും മനസ്സിന് തുമഅനീനത്ത് ഉണ്ടാവുക മുഅ്മിന് മാത്രമാണ്. ഒരു ഗുണം അല്ലേ? മറ്റൊരു ഗുണം, മനുഷ്യരെല്ലാവരും മത്സരം ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ? അതുകൊണ്ടാണ് മനുഷ്യർ സമ്പാദിച്ചിട്ട് നിർത്താത്തത്. ഇപ്പോൾ ലോകത്തെ ഏറ്റവും സമ്പന്നനായ ആൾ ആരാ? എലോൺ മസ്ക്. എത്ര പൈസ ഉണ്ട് കയ്യിൽ? ട്രില്യൺ അല്ലേ? ഏകദേശം 1 ട്രില്യൺ. ഈ 1 ട്രില്യൺ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വിധിച്ചെടുത്താൽ ഒരാൾക്ക് എത്ര കിട്ടും? എത്ര? 1 ദിർഹം? 1 ദിർഹം എന്നല്ല, 1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? മില്യൺ. 1000 മില്യണാ? 1000 ബില്യൺ. അപ്പോൾ എത്ര? 200 ബില്യൺ ഉണ്ട് ഏകദേശം അല്ലേ? അപ്പോൾ 500 വെച്ച് $500. ഇനി ഈ മുതലാളിൻ്റെ കൂടെ ബാക്കിയുള്ള കുറച്ച് മുതലാളിമാരെ കൂടി കൂട്ടിയാൽ വേണമെങ്കിൽ ലോകത്തിലെ എല്ലാ ആൾക്കാരെയും മില്യണേഴ്സ് ആക്കാനുള്ള പൈസ ഉണ്ടാവും അവരുടെ അടുത്ത്. കുറച്ച് ആൾക്കാർ 100 ആൾ കൂടിയാൽ അത് സാധിക്കും. അപ്പോൾ ഇവരൊക്കെ ഇത്രയും സമ്പത്ത് ഉണ്ടായിട്ടും പിന്നെ അധ്വാനം നിർത്താത്തത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ ഉള്ളിൽ അള്ളാഹ് ഇട്ട് കൊടുത്തൊരു സംഗതിയാണ് മത്സരബുദ്ധി എന്നുള്ളത്. മത്സരിക്കുക. കാരണം അവൻ്റെ തൊട്ട് ബാക്കിലുള്ള ആൾ എപ്പോഴാണ് അവനെ ക്രോസ് ചെയ്യുന്നതെന്ന് ഞാൻ അറിയില്ല. അത് പേടിച്ചിട്ടാണ് ഒരു കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഉറക്കമില്ലാതെ അവരുണ്ടാക്കിയ ഈ ട്രില്യൺ അത് അനുഭവിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല ഈ മത്സരബുദ്ധി കാരണം. അപ്പോൾ ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. മനുഷ്യൻ മത്സരിച്ചുകൊണ്ടേയിരിക്കും, നിർത്തൂല, ഒരിക്കലും നിർത്തും. നമുക്കിപ്പോൾ തോന്നും എൻ്റെ കയ്യിൽ ഒരു 1 മില്യൺ, ഒരു 10 ലക്ഷം വന്നാൽ ഞാൻ നിർത്തും, അതുകൊണ്ട് എവിടെയെങ്കിലും ടൂർ പോകുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ലക്ഷ്യത്തിലേക്ക്
പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ദുനിയാവിൻ്റെ കാര്യത്തിലും ദീനിൻ്റെ കാര്യത്തിലും ആഖിറത്തിൻ്റെ കാര്യത്തിലും ഒക്കെ ഉള്ള മനുഷ്യൻ്റെ സ്വഭാവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് ഏറ്റവും അഹ്സൻ, ഏറ്റവും നന്നായി അമൽ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചത്. അപ്പോൾ ഇവിടെ മത്സരം, അഹ്സൻ എന്ന് പറഞ്ഞാൽ മത്സരമാണ്. ഒരാൾ മറ്റേയാളെക്കാൾ കൂടുതൽ നല്ലത് ആരാന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ മനുഷ്യന് മത്സരിക്കാനുള്ളൊരു വേദിയായിട്ട് അത് തന്നതാണ് ഇബാദത്ത്. ഇബാദത്തിൻ്റെ കാര്യത്തിൽ മത്സരിച്ചാൽ എന്ത് ചെയ്യാം? സ്വർഗ്ഗത്തിൽ ഉയർന്ന സ്ഥാനങ്ങൾ നേടാം. സ്വർഗ്ഗത്തിൽ മാത്രമല്ല, ദുനിയാവിൽ തന്നെ നമ്മൾ പറഞ്ഞു തുമാനീനത്തും ഹയാത്തും തൊയ്യബ, നല്ല ജീവിതമൊക്കെ ഉണ്ടാവും. അതൊക്കെ ആരാണ് കൂടുതൽ നന്നായി അമൽ ചെയ്യുന്നത് അവർക്ക് അതിനനുസരിച്ച് കൂടുതൽ നല്ല ജീവിതം ഉണ്ടാവും, കൂടുതൽ തുമാനീനത്ത് ഉണ്ടാവും, സ്വർഗ്ഗത്തിൽ കൂടുതൽ ദർജ ഉണ്ടാവും. അപ്പോൾ മനുഷ്യന് മത്സരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയതാണ്. അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ട് മത്സരിക്കാൻ. അപ്പോൾ ഇതാർക്കാ ഗുണം? ഇതുകൊണ്ട് മനുഷ്യൻ. അപ്പോൾ ഇങ്ങനെ ധാരാളം ഹിക്മത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തിൻ്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഹിക്മത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാ വ സിഫാത്ത് അത് പ്രകടമാവുക എന്നുള്ളത്. എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അള്ളാഹിൻ്റെ ഒരു ഇസ്മാണ് തവ്വാബ് എന്നുള്ളത്, തൗബ സ്വീകരിക്കുന്നവൻ. അപ്പോൾ തൗബ സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? തെറ്റ് ചെയ്യണം, എന്നിട്ട് തൗബ ചെയ്യണം. അപ്പോഴല്ലേ അള്ളാഹ് തൗബ സ്വീകരിക്കുക. രണ്ട് കാര്യങ്ങൾ വേണം, തെറ്റ് ചെയ്യണം, തൗബ ചെയ്യണം. അപ്പോൾ തൗബ ചെയ്യുക എന്നുള്ളത് ഇബാദത്തല്ലേ? അപ്പോൾ അള്ളാഹിൻ്റെ തവ്വാബ് എന്നുള്ള ഇസ്മ ഇവിടെ പ്രകടമാവണം എന്ത് വേണം? തൗബ എന്ന് പറയുന്ന ഇബാദത്ത് നമ്മൾ ചെയ്യണം. അപ്പോൾ ഇവിടെ പിന്നെ ഹറാമു ഹലാലൊന്നുമില്ല, ആർക്കും എന്ത് ചെയ്താലും കുറ്റമൊന്നുമില്ല, ഇബാദത്തില്ല, ഒന്നുമില്ല. അങ്ങനെ വിട്ട അവസ്ഥയായിരുന്നെങ്കിൽ തൗബ എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവും? ഒന്നുമില്ല, കാരണം തെറ്റില്ലല്ലോ, എന്ത് ചെയ്താലും ശരിയാണ്. അങ്ങനെ ആയിരുന്നെങ്കിൽ തൗബ എന്ന് പറയുന്ന ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുമോ? ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ തവ്വാബ് എന്ന് പറയുന്ന ആ സിഫത്ത് അല്ലെങ്കിൽ ഇസ്മ, അതിൻ്റെ ഗുണം ഇവിടെ പ്രകടമാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അള്ളാഹു തആല അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ പിന്നിലെ ഒരു ഉദ്ദേശമായിട്ട് പറഞ്ഞ കാര്യമാണ് എന്ത്? അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ വമിനൽ അർദി മിസ്ലഹുന്ന യതനസ്സലുൽ അംറു ബൈനഹുന്ന. ഈ കാണുന്ന സൃഷ്ടികളൊക്കെ അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ലിതഅലമു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഅന്നഹു ഖദ അഹാത ബികുല്ലി ഷൈഇൻ ഇൽമ. അള്ളാഹുവിന് എല്ലാത്തിനെ പറ്റിയുള്ള ഇൽമുണ്ട്, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ള, എല്ലാത്തിനും ഖുദ്റത്തുള്ളവനാണ് എന്ന് നിങ്ങൾ അറിയുന്നതിന് വേണ്ടി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമ്, ഖുദ്റത്ത് എന്നീ സിഫത്തുകൾ നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് അള്ളാഹു ലോകം മുഴുവൻ സൃഷ്ടിച്ചത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇൽമും ഖുദ്റത്തും പോലെ അള്ളാഹുവിൻ്റെ ധാരാളം സിഫത്തുകൾ വേറെയുണ്ട്. ആ സിഫത്തുകളൊക്കെ ഇവിടെ പ്രകടമാകാനാണ് അള്ളാഹു സൃഷ്ടി കർമ്മം ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്ത് വേണം? ഈ സൃഷ്ടികൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. എന്നാലേ അള്ളാഹുവിൻ്റെ പല ഇസ്മുകളും. ഷക്കൂർ, അള്ളാഹു നന്ദിയുള്ളവനാണ്. നന്ദിയുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ട് കിട്ടുന്നതിന് പകരം അതിനേക്കാൾ കൊടുക്കുന്നവനാണ്. അപ്പോൾ അള്ളാഹുവിന് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം. അത് അള്ളാഹുവിന് ഹാജത്തുണ്ടായിട്ടല്ല, അള്ളാഹുവിൻ്റെ ഷക്കൂർ എന്ന് പറയുന്ന ഇസ്മ ഇവിടെ പ്രകടമാകുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് ഏതാനും ചില സൂചനകൾ ഖുർആനിലുള്ളതാണ്. ഇനിയും ധാരാളം ഹിക്മത്തുകൾ ഉണ്ടാവാം, നമുക്കറിയാത്ത ഹിക്മത്തുകൾ ഉണ്ടാവാം. നമുക്കറിയില്ല എന്നതുകൊണ്ട് എന്തർത്ഥമില്ല? അത് ഇല്ല എന്നർത്ഥമില്ല. അത് നമ്മൾ പറഞ്ഞ ഉദാഹരണം നിങ്ങൾ ഓർത്താൽ മതി. ശരി, ഇനി അടുത്ത ചോദ്യം. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ ഇബാദത്ത് ചെയ്യണം, അത് അള്ളാഹ്ക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല, നമ്മുടെ ഗുണത്തിനാണ് എന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഇബാദത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭാഷയിൽ തദല്ലുൽ എന്നാണ്, അങ്ങേയറ്റത്തെ താഴ്മ എന്നാണ് അർത്ഥം ഭാഷയിൽ. അതുകൊണ്ട് തന്നെ അറബിയിൽ ഇബ്നു തൈമിയ്യ പറഞ്ഞ താരിഫ് നമ്മൾ പറയാം ഇൻഷാ അല്ലാഹ്. അതിന് മുമ്പ് ഭാഷയിലുള്ള അർത്ഥം എന്താണ്? തദല്ലുൽ, അങ്ങേയറ്റത്തെ താഴ്മ. അറബിയിൽ ഈ ഒരു റോഡ് ആളുകൾ ഉപയോഗിച്ച് വാഹനങ്ങൾ സഞ്ചരിച്ച് മയപ്പെട്ട വഴി, എന്താ അതിന് പറയാ, പാകപ്പെട്ട വഴി എന്നുള്ളതിന് ത്വരീഖുൻ മുഅബ്ബദ് എന്ന് പറയും. ത്വരീഖുൻ മുഅബ്ബദ് അല്ലേ? ഇപ്പോൾ ചില വഴികളിൽ കല്ലും മുള്ളൊക്കെ ഉണ്ടാവും, ചില വഴികൾ ആളുകൾ നടന്നിട്ടും വാഹനങ്ങൾ പോയിട്ടൊക്കെ അത് സ്മൂത്തായിട്ടുണ്ടാവും. ഈ സ്മൂത്തായിട്ടുള്ള വഴിക്ക് എന്ത് പറയും? ത്വരീഖുൻ മുഅബ്ബദ് എന്ന് പറയും. അതിപ്പോഴും അറബിയിൽ എല്ലാ മുസ്ലിമും ഗാഫറും എല്ലാവരും ഉപയോഗിക്കുന്ന വാക്കാണ്. ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ത്വരീഖുൻ മുഅബ്ബദ് ഉണ്ട്, അങ്ങോട്ട് നടക്കാവുന്ന സ്മൂത്തായിട്ടുള്ള വഴിയുണ്ട്. എന്തുകൊണ്ടാണ്? ഈ വഴി അത്രയും താഴ്മയുള്ളതാണ്, അതിൽ നടന്നു പോകുന്ന ആരും ഉപദ്രവിക്കുന്നില്ല, മുള്ളും കല്ലും ഒന്നും കൊണ്ട് ഉപദ്രവിക്കുന്നില്ല, ആർക്കും ചവിട്ടി പോവാം. അല്ല, എൻ്റെ നെഞ്ചത്ത് ചവിട്ടി പോകാൻ പാകത്തിൽ കിടക്കുകയാണ് ഈ വഴി എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടാണ് അതിനെ ത്വരീഖുൻ മുഅബ്ബദ് എന്ന് പറയുന്നത്. അപ്പോൾ താഴ്മ കാണിക്കുക എന്നുള്ളതാണ് ഇബാദത്ത് എന്നുള്ള വാക്കിൻ്റെ ഭാഷയിൽ അർത്ഥം. പക്ഷെ ദീനിൽ എന്താണ് അർത്ഥം? ഷറയിൽ എന്താണ് അർത്ഥം? ഷറയിൽ ഇബാദത്ത് എന്നുള്ളതിൻ്റെ അർത്ഥം അഖ്സ ഗായത്ത് തദല്ലുൽ, അങ്ങേയറ്റത്തെ താഴ്മ. ചില പണ്ഡിതന്മാർ അഖ്സ ഗായത്തുൽ ഖുദൂഇ വൽ മഹബ്ബത്തി വത്തദല്ലുൽ എന്ന് പറയും. അങ്ങേയറ്റത്തെ സ്നേഹവും അങ്ങേയറ്റത്തെ താഴ്മയും അങ്ങേയറ്റത്തെ ഭക്തിയും, ഇതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഭാഷയിലുള്ള അർത്ഥവും ഈ അർത്ഥവും തമ്മിൽ ബന്ധമല്ലേ? ഉണ്ട്. അപ്പം അങ്ങേയറ്റത്തെ താഴ്മ, അങ്ങേയറ്റത്തെ വിധേയത്വം, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, ഒരു കാര്യം
അങ്ങേയറ്റത്തെ താഴ്മയാണ് എന്ന് നമുക്കിങ്ങനെ പറയാൻ പറ്റും. അപ്പം നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളുണ്ട്, അത് അള്ളാഹ്ക്ക് ഉള്ള ഇബാദത്താണോ അതോ ഇബാദത്തല്ലേ, എങ്ങനെ മനസ്സിലാവും? അതിന് ഖുർആനും സുന്നത്തും പരിശോധിക്കാം. ഖുർആനും സുന്നത്തിലും ഒരു കാര്യം അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് അള്ളാഹു പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഈമാൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ എന്ന് മനസ്സിലാക്കാം അത് ഇബാദത്താണ്. അല്ല, ഇന്ന കാര്യം ഈമാൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ എന്താണ്? ദീനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ചെയ്യാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നർത്ഥം. എന്തുകൊണ്ടാണ് അള്ളാഹ് അത് ഇഷ്ടപ്പെടുന്നത്? അത് അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. അപ്പോൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ജുമാ നമസ്കാരം അല്ലെങ്കിൽ സാധാരണ നമസ്കാരം, അഖിമിസ്സലാ ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ, അഖിമിസ്സലാ, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? നമസ്കാരം ഇബാദത്താണ്. അതുപോലെ തന്നെ ഫസല്ലി ലിറബ്ബിക വൻഹർ, നമസ്കരിക്കുകയും ബലിയർക്കുകയും ചെയ്യുക നിൻ്റെ റബ്ബിന് വേണ്ടി. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? നഹർ എന്നുള്ളത്, ദബ്ഹ്, ബലിയർക്കൽ എന്നുള്ളത് ഇബാദത്താണ് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രശംസിക്കുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ കൽപ്പിക്കുക, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്ന കാര്യം ചെയ്യുന്ന ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുക. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വ യുഹിബ്ബുൽ മുതത്വഹിരീൻ, തഹാറത്ത് ഉണ്ടാക്കുന്ന ആളുകൾ, വുളു എടുക്കുന്ന ആളുകൾ, കുളിക്കുന്ന ആളുകൾ, ശറഈയായിട്ടുള്ള നമസ്കരിക്കാൻ വേണ്ട വുളുവും കുളിയും അത് ചെയ്യുന്ന ആളുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഈ വുളു ഇബാദത്താണ്. അപ്പോൾ എങ്ങനെയാണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കുക? ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. ഇനി മറ്റൊരു കാര്യം, ഇബാദത്തായ കാര്യങ്ങൾ നമ്മൾ ഉദാഹരണങ്ങൾ പറഞ്ഞു. നമസ്കാരം, സുജൂദ്, അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണമാണ് ദബ്ഹ്, ബലിയർക്കൽ, നേർച്ച, നദർ, അതുപോലെ ദുആ, വിളിച്ച് പ്രാർത്ഥിക്കൽ, ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഇബാദത്ത് ആയിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇബാദത്തിൻ്റെ പരിധി? എത്ര കാര്യങ്ങളാണ് ഇബാദത്ത് എന്ന് പറയുന്നത്? നമുക്കൊരു എണ്ണം പറയാൻ പറ്റുമോ? ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഒരു സെൻറ്റൻസ് ഉണ്ട്. എന്താണ്? അൽ ഇബാദത്തു ഇസ്മുൻ ജാമിഉൻ. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായൊരു പദമാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർദാഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്ന വാക്കാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. മിനൽ അഖ്വാലി വൽ അഅമാലി, അത് വാക്കുകളാവാം പ്രവൃത്തികളാവാം. അല്ലാഹിറതി വൽ ബാത്തിന, ബാഹ്യമായി കാണുന്നതാവാം, മനസ്സിൽ മനുഷ്യൻ്റെ ഉള്ളിലുള്ളതാവാം. അപ്പോൾ ഇത് ഇബാദത്ത് എത്ര വിശാലമാണെന്ന് കാണിക്കുന്ന ഒരു വാക്കാണ് ഇബ്നു തൈമിയ്യയുടെ. ഇബാദത്ത് എന്താണ് എന്നതിൻ്റെ ഉത്തരമല്ല ഈ വിശദീകരണം. ഇബാദത്ത് എന്താണെന്നുള്ളത് എന്താണ്? അഖ്സാ ഗായത്തുൽ ഖുദൂഇ വത്തദല്ലുൽ, അങ്ങേയറ്റത്തെ താഴ്മയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബ്നു തൈമിയ്യ പറഞ്ഞ എന്താണ്? ഈ താഴ്മ കാണിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന പ്രവൃത്തികൾ അത് വിശാലമാണ് എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ് ഇബ്നു തൈമിയ്യയുടെ. അപ്പോൾ നമുക്ക് ഇബ്നു തൈമിയ്യ പറഞ്ഞ ഈ വാചകങ്ങളൊന്ന് നോക്കാം. ഇസ്മുൻ ജാമിഉൻ, വിശാലമായ വാക്കാണ്. ലികുല്ലി മാ യുഹിബ്ബുഹുല്ലാഹു വയർദാഹു, അള്ളാഹു ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും. മിനൽ അഖ്വാൽ വൽ അഅമാൽ, വാക്കുകളാവാം പ്രവൃത്തികളാവാം. അല്ലാഹിറ, ബാഹ്യമായി കാണുന്നതാവാം. വൽ ബാത്തിന, ഉള്ളിലുള്ളതാവാം. അപ്പോൾ ഇവിടെ ഇബ്നു തൈമിയ്യ 4 തരം ഇബാദത്തുകളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇബാദ ഖൗലിയ, ഇബാദ അമലിയ, അതുപോലെ തന്നെ ഇബാദാത്തുൻ ലാഹിറ, ഇബാദാത്തുൻ ബാത്തിന. നിങ്ങളിതിൻ്റെ ഉദാഹരണങ്ങൾ പറയും. ഖൗലിയായിട്ടുള്ള ഇബാദത്തുകൾ നിങ്ങൾക്ക് അറിയുന്നത്, ഇത്രയും കാലം നിങ്ങൾ പഠിച്ചതും കേട്ടതൊക്കെ ആയിട്ട് പറയും. ഖുർആൻ ഓതുക ഉദാഹരണം. അല്ല, ഖൗലായിട്ടുള്ള കാര്യമാണ്, വാക്കുകൊണ്ട് നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. വേറൊരു ഉദാഹരണം ഇബാദത്തുൻ ഖൗലിയ, അദ്കാർ. വേറെ സത്യം പറയാം. കുറച്ച് വിശാലമായിട്ട് ചിന്തിക്കുക. അദ്കാർ, ഖുർആൻ, ഇതൊക്കെ അടുത്തടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അല്ല, സത്യം പറയാന്ന് പറയുമ്പോൾ കുറച്ച് അപ്പുറത്താണ്. അതായത് കുറച്ച് ഇതിൻ്റെ വിശാലത മനസ്സിലാക്കലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉദാഹരണങ്ങൾ നിങ്ങൾ പറയും. നല്ല വാക്ക് പറയാം. ഖൂലു ലിന്നാസി ഹുസ്ന, ആളുകളോട് സംസാരിക്കുമ്പോൾ നല്ല വാക്ക് പറയാം. അത് സത്യം പറയുന്നതിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. സ്വന്തമായിട്ട് ചിന്തിക്കുക, കുറച്ച് ദൂരേക്ക്. ദഅവത്ത്, ആളുകളെ നന്മയിലേക്ക് ക്ഷണിക്കുക. പിന്നെ സുൽഹ ഉണ്ടാക്കുക, അൽ ഇസ്ലാഹു ബൈന നാസ്, ജനങ്ങൾക്കിടയിൽ സുൽഹ ഉണ്ടാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ്. 2 ആളുകൾ തമ്മിൽ തെറ്റിയാൽ എന്ത് വേണം? 2 ആളടുത്തും പോയിട്ട് അവരെ കുറ്റം പറഞ്ഞ് കൂടുതൽ തെറ്റിക്കുകയാണോ വേണ്ടത്? അല്ല. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ല, വഅസ്ലിഹൂ ദാത ബൈനിക്കും, സൂറത്ത് അൻഫാലിൻ്റെ തുടക്കം. വത്തഖുല്ലാഹ, യാ അയ്യുഹല്ലദീന ആമനൂ
അല്ല യസ്അലൂനക അനിൽ അൻഫാലി ഖുൽ അൻഫാലുല്ലാഹി യസ്അലൂനക അനിൽ അൻഫാലി ഖുൽ അൻഫാലുല്ലാഹി വറസൂൽ ഫത്തഖുല്ലാഹ വഅസ്ലിഹു ദാത ബൈനിക്കും. അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിങ്ങൾ തമ്മിൽ നന്നാക്കുക. വൈൻ തായിഫത്താൻ മിനൽ ഇഖ്തതലൂ ഫഅസ്ലിഹു ബൈനഹുമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ജമാഅത്ത് നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ട്, രണ്ട് കബീലകളെ തമ്മിൽ സുൽഹ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ജമാഅത്ത് ഒഴിവാക്കാനുള്ള ഉദറിൽപ്പെട്ട കാര്യമാണ്. അപ്പോൾ രണ്ടാൾക്കാർ തമ്മിൽ ഒരു പ്രശ്നം നടക്കുന്നത്, നമ്മൾ പള്ളിയിൽ പോവാണ്, മുസ്ലിമായ രണ്ടാൾക്കാർ തമ്മിൽ അടി നടക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ അവരെ നന്നാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ജമാഅത്ത് നമസ്കാരം ഉപേക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി, ജമാഅത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് സുൽഹ് ഉണ്ടാക്കുക എന്നുള്ളത്. അതിന് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നമ്മൾ അതിപ്പോൾ നമുക്ക് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നേരെ ഓർമ്മ വരുന്ന കാര്യത്തിൽ ഇതൊന്നും ഉണ്ടാവില്ല, നിസ്കാരം, നോമ്പ്, സക്കാത്തൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് വലിയൊരു ഇബാദത്ത്. ഖുർആൻ ഓതുക, പറഞ്ഞു. വേറെ ദുആ, ശരിയാണ്. അംറു ബിൽ മഅറൂഫ് വനഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. അതും ആളുകൾ വളരെ അപൂർവമായിട്ട് ചെയ്യുന്ന ഒരു ഇബാദത്താണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും തിന്മ തടഞ്ഞിട്ടുണ്ടോ? ഒരാൾ തെറ്റ് ചെയ്യുന്ന കണ്ടിട്ട് അത് തെറ്റാണ്, നമുക്ക് ദേഷ്യം പിടിച്ചിട്ടല്ല. നമുക്ക് ദേഷ്യം പിടിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വേഗം പെട്ടെന്ന് ദായിയായി മാറും, ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ ഇപ്പോൾ പള്ളിയിൽ കാണാം, പള്ളിയിൽ സ്മെല്ലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് വന്നാൽ അവിടെ എല്ലാവരും ദഅവത്ത് ചെയ്യും അയാളെ. അത് ശരിയാണ്, അവർ പറയുന്ന ന്യായമാണ്, പള്ളിയിൽ ഇങ്ങനെ വരാൻ പാടില്ല. പക്ഷേ അവിടെ എന്തുണ്ട്, അവർക്കുള്ളൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അതുകൊണ്ടാണ് അവിടെ പെട്ടെന്ന് ദഅവത്ത് ചെയ്യുന്നത്. ഇതേ ആളെന്നെ വേറെ ഹറാമുകൾ, അതിലും വലിയ ഹറാമുകൾ കണ്ടാൽ ഒന്നും മിണ്ടിക്കൊള്ളുന്നില്ല. അപ്പം അള്ളാഹ്ക്ക് വേണ്ടി ഇൻകാറുൽ മുൻകർ, ഈ തിന്മ ഇത് അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, അതുകൊണ്ട് അതിനെ സ്റ്റോപ്പ് ചെയ്യണം, പറഞ്ഞ് മനസ്സിലാക്കണം. നല്ല ഭാഷയിൽ ഞാൻ ഇൻകാറുൽ മുൻകർ. അപ്പോൾ ഇതൊക്കെ അപൂർവമായിട്ട് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ വരുമ്പോഴാണ് ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിക്കുന്നത്. വേറെ ഓക്കെ, കൗലിയായിട്ട് റുഖിയ, കൗലിയായിട്ടുള്ളത് പോട്ടെ. ഇനി അമലിയായിട്ടുള്ളത് നിസ്കാരം, ഏറ്റവും വലുത് നിസ്കാരമാണ്. പിന്നെ ഹജ്ജ്, സക്കാത്ത്, സക്കാത്ത് സമ്പത്ത് കൊണ്ട് ചെയ്യുന്ന, ജിഹാദ്. വേറെ വഴിയിൽ നിന്ന് ഉപദ്രവമുള്ള വസ്തുക്കളെടുത്ത് മാറ്റുക, എന്താ ഇമാത്തത്തുൽ അദാനി തരീഖ്, തലബുൽ ഇൽമ്, തബസ്സുമു ഫി വജ്ഹി അഖീഖ്, ഒരു മുസ്ലിമായ ആളോട് പുഞ്ചിരിക്കുക എന്നുള്ളത്. അപ്പോൾ വുളു, അപ്പോൾ ഇബാദത്തുകൾ വിശാലമാണെന്ന് മനസ്സിലായില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറെ ഇനി ലാഹിറ വൽ ബാത്തിന എന്ന് പറഞ്ഞു. ലാഹിറായിട്ട് കാണുന്നത് ഈ പറഞ്ഞതൊക്കെ ലാഹിറായിട്ട് കാണുന്നത്. ബാത്തിനായിട്ടുള്ളത് ബാത്തിനായ കാര്യങ്ങൾ, ഖൗഫ്, അള്ളാഹിനെ കുറിച്ചുള്ള പേടി, റജാ, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ. പിന്നെ എന്താ പറഞ്ഞാൽ ഇബ്രാഹിം, മനസ്സുകൊണ്ട് ദുആ ചെയ്യുക, റഗ്ബത്ത്, റഹബത്ത്, അള്ളാഹിനോടുള്ള ഭയം, അതുപോലെ തന്നെ ആഗ്രഹം, സ്വർഗത്തോടുള്ള ആഗ്രഹം. അപ്പോൾ ഒരുപാട് വിശാലമാണ് ഇബാദത്ത് എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പോയിന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക, സമയമായി. ഒരാൾ മറ്റൊരാൾക്ക് ഇബാദത്ത് ചെയ്യുന്നു. ഇപ്പോൾ ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ അമ്പിയാക്കളെ ആരാധിക്കുന്ന നസാറാക്കളുണ്ട്. ഇവരൊക്കെ, അല്ലെങ്കിൽ ഇവരിൽ ചില ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണ്, അള്ളാഹ് തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉടമ. പക്ഷെ നമ്മൾ ഇവരോട് ഉള്ള സ്നേഹം കാണിക്കുകയാണ്, അവരെ ഖബറിൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർക്ക് നേർച്ചയാക്കുന്നു, അവർക്ക് വേണ്ടി ബലിയിറക്കുന്നു. ഇതൊക്കെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ ഉപകാരോപദ്രവമൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹുവാണ് റബ്ബ്, അള്ളാഹുവിന് മാത്രമേ നമുക്കെന്തെങ്കിലും ഉപകാരം ചെയ്യാൻ സാധിക്കൂ, ഉപദ്രവം ചെയ്യാൻ സാധിക്കൂ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവരെയൊക്കെ എത്ര ബഹുമാനിച്ചാലും എത്ര താഴ്മ കാണിച്ചാലും പ്രശ്നമല്ല. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നത് അവർക്കുള്ള ഇബാദത്തല്ല എന്ന് ചില ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ടോ? അതായത് ഇബാദത്ത് ആവണമെങ്കിൽ, നമ്മൾ എന്താണ് ഇബാദത്ത് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു കാര്യം ഇബാദത്ത് ആവണമെങ്കിൽ ഈ മഅബൂദായ ആൾ, നമ്മൾ ആരാധിക്കുന്ന ആൾ, അയാൾക്ക് ഈ പ്രപഞ്ചത്തിൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും നിയന്ത്രിക്കാനും അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ തന്നെ ഇടപെടാനുമുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലെങ്കിൽ അത് ഇബാദത്ത് ആവുകയില്ല എന്ന് ആണല്ലോ ഇവർ പറയുന്നത്. അത് ശരിയാണോ? അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടോ? ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് തെളിവ്? ധാരാളം തെളിവുകളുണ്ട്. ഞാനൊരു തെളിവ് മാത്രം പറയാം. ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊക്കെ കയ്യിൽ തെളിവുകളുണ്ടാവും. പക്ഷെ അത് അടുത്ത ദിവസം നമുക്ക് പറയാം. ഇന്ന് ഞാനൊരു തെളിവ് പറയാം. സൂറത്ത് ശുഅറയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തൻ്റെ കൗമിനോട് സംസാരിക്കുന്ന ആയത്തുകൾ നിങ്ങൾ നോക്കുക. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ.
ഇബ്രാഹിം അലൈഹിസ്സലാം തൻ്റെ കൗമിനോട്, ഉപ്പയോടും കൗമിനോടും ചോദിച്ചു, മാ തഅബുദൂൻ, നിങ്ങൾ എന്താണ് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അവരെന്താ പറഞ്ഞത്? ഖാലു നഅബുദു അസ്നാമൻ ഫനദല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ ഇതാ ഈ ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫനദല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ എന്താണ് ചെയ്യുന്ന ഇബാദത്ത്? അതിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്തിക്കാഫിരിക്കുകയാണ്. ആ ബിംബത്തിൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കുന്നു. അവരോട് അടുക്കാൻ വേണ്ടി, അവരുടെ തൃപ്തിയും സ്നേഹവും കിട്ടാൻ വേണ്ടി ആ ബിംബത്തിൻ്റെ അടുത്ത് ഞങ്ങളങ്ങനെ ദീർഘമായി ഇരിക്കുന്നു. അങ്ങനെ ഉഖൂഫ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇരിക്കുക, ഭജനം ഇരിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിച്ചത് എന്താണ്? ഖാല ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ, നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ കേൾക്കുമോ? ഔ യൻഫഊനകും, അവർ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു തരുമോ? ഔ യദുറൂൻ, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ആരാധിച്ചിട്ടില്ലെങ്കിൽ, അവരുടെ കബറിൻ്റെ അടുക്കൽ ഇരുന്ന് അല്ലെങ്കിൽ ബിംബത്തിൻ്റെ അടുത്ത് ഇരുന്ന് എത്തിക്കാഫ് ഇരുന്നിട്ടില്ലെങ്കിൽ അവർ വല്ല ഉപദ്രവം ചെയ്യുമോ? അതിന് വല്ല കഴിവൊരുക്കുണ്ടോ? അപ്പോൾ എന്താ അവർ പറഞ്ഞ മറുപടി? എന്താ പറഞ്ഞ അടുത്ത ആയത്തെന്താ? ഐസ ഷോറ പഠിച്ചല്ലേ? എന്താ അവർ പറഞ്ഞ മറുപടി? ഖാലു വജദ്ന, ഖാലു ബൽ വജദ്ന ആബാഅന കദാലിക യഫഅലൂൻ, ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂന അൻതും വആബാഉകും ലഖദമൂന ഫഇന്നകും അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ എന്നിട്ട് ബാക്കി പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞ മറുപടി എന്താണ്? ഖാലു ബൽ വജദ്ന ആബാഅന കദാലിക യഫഅലൂൻ. ഇല്ല, ബൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തഫ്സീറുകൾ നോക്കി കാണാം. ഏറ്റവും വലിയ മുഫസ്സിറായ ഇമാം ഇബ്നു ജരീർ തബരി അദ്ദേഹം തഫ്സീറിൽ പറയുന്നത് കാണാം, ബൽ എന്ന് പറഞ്ഞാൽ റുജൂഉൻ ബഅദ ജുഹൂദ്, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു മറുപടി പറയുന്നതിനാണ് ബൽ എന്ന് പറയുന്നത് ഇവിടെ ഈ ആയത്തിൽ. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇല്ല, ഈ പറഞ്ഞൊന്നുമില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അവർ കേൾക്കുന്നില്ല, അവർക്കൊരു നഫ്ഉം ദർറും ചെയ്യാൻ സാധിക്കുകയുമില്ല. പിന്നെ എന്ത് മാത്രമാണുള്ളത്? ഉപ്പമാരൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്, വലിയുപ്പമാരൊക്കെ ഇവിടെ ഇരിക്കാറുണ്ട്, അവർ സുജൂദ് ചെയ്യാറുണ്ട്, അവരെ കണ്ടിട്ട് ഞങ്ങളും അങ്ങനെ ചെയ്യുന്നതാണ്. ഒരു ഉപകാരമില്ല, ഒരു ഉപദ്രവമില്ല. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നിട്ടും ഇബ്രാഹിം നബി അലൈഹി അവരോട് പറഞ്ഞ എന്താണ്? ഖാല അഫറഅയ്തും മാ കുൻതും തഅബുദൂൻ അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങൾ ആരാധിക്കുന്ന ഈ സാധനങ്ങൾ മുഴുവൻ ഫഇന്നഹും അദുവ്വുൻ ലി ഇല്ലാ റബ്ബൽ ആലമീൻ, ഇവരൊക്കെ എൻ്റെ ശത്രുക്കളാണ് എന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി അവരോട് പറഞ്ഞോ, അവർ ഉപദ്രവിക്കുന്നില്ല എന്നാണ് നിങ്ങളുടെ വിശ്വാസമെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു നിബന്ധനയില്ല. ഈ ആരാധിക്കപ്പെടുന്നവർ അവർ അള്ളാഹുവിന് പുറമെ സ്വന്തമായി കഴിവുള്ളവരാണ്, അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് എതിരായി വല്ലതും ചെയ്യാൻ കഴിവുള്ളവരാണ് എന്നൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, അങ്ങനെ ഒരു കാര്യമില്ല, പിന്നെ എന്തിനാണ് അവരവിടെ ഇബാദത്ത് ചെയ്യുന്നത്? മനുഷ്യന്മാരങ്ങനെ ചെയ്യുമോ? മനുഷ്യന്മാർ പലതും ചെയ്യും. മനുഷ്യന്മാർ ഇപ്പോൾ ചില ആളുകളൊക്കെ കാണാം, യൂറോപ്പ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മളെ ഇന്ത്യയിലേക്ക് വരും, എന്നിട്ട് അവരെന്ത് ചെയ്യും? കുറച്ച് കാലം ഹിന്ദുവായി നടക്കും, കുറച്ച് കാലം ബുദ്ധമതം വിശ്വസിച്ച് നടക്കും, വെറുതെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഓരോ ദീനും. അങ്ങനെ പല ഉദ്ദേശത്തിൽ ആൾക്കാർ എന്ത് ചെയ്യും? ഇബാദത്തുകൾ ചെയ്യും. അതുകൊണ്ട് ഇവർ കാഫിറല്ല എന്നൊക്കെ പറയാൻ പറ്റുമോ? അപ്പോൾ മനുഷ്യർ പല അബദ്ധങ്ങളും ചെയ്യും. അതിൽപ്പെട്ടൊരു അബദ്ധമാണ് എന്ത്? ഈ പറഞ്ഞ കാര്യം. ഉപകാരവും ഉപദ്രവവും ഇല്ല എന്നറിഞ്ഞിട്ടും അങ്ങേയറ്റത്തെ താഴ്മ ആ വസ്തുക്കളുടെ മുന്നിൽ കാണിക്കുക എന്നുള്ളത്. ഇവിടെ അവരുടെ പിന്നിലുള്ള അവരുടെ ഈ പ്രവൃത്തിക്ക് പിന്നിലുള്ള വികാരം അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ്? തഖ്ലീദുൽ ആബ. മനുഷ്യർ ഉപകാരവും ഉപദ്രവവും ഇല്ലാത്ത ദൈവങ്ങളെയും വിളിച്ച് അല്ലെങ്കിൽ വസ്തുക്കളെ വിളിച്ച് ആരാധിക്കുന്നതിന് പല കാര്യങ്ങളും അവർ പ്രേരിപ്പിക്കാറുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ ടൂറിസ്റ്റുകൾ വരുന്നത്. എന്താണ് അവർ വരാൻ കാരണം? വെറുതെ ഒരു വെറൈറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മനുഷ്യന്മാർ ചെയ്യുന്നൊരു കാര്യമാണ്. വെറുതെ പുതിയൊരു മതം വിശ്വസിച്ച് നോക്കുക കുറച്ചു കാലം. അതുപോലെ മനുഷ്യർ ചെയ്യുന്ന ഒരു കാര്യമാണെന്ത്? തഖ്ലീദുൽ ആബ. എൻ്റെ ഒപ്പം അങ്ങനെ ആയിരുന്നുകൊണ്ട് ഞാനും ചെയ്യും. അതുപോലെ ചില ആൾക്കാർ എന്ത് ചെയ്യും? പല കാരണങ്ങൾ കൊണ്ട് ചെയ്യും. അള്ളാഹു അല്ലാത്ത വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക എന്നുള്ളത് മനുഷ്യൻ പല കാരണങ്ങൾ കൊണ്ട് ചെയ്യും. അതിൽപ്പെട്ട ഒരു കാരണം ഇബ്രാഹിം നബിൻ്റെ കൗമ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കൗമ് അവിടെ പറഞ്ഞു. എന്താണ്? ബൽ വജദ്നാ ആബാഅനാ കദാലിക യഫ്അലൂൻ. അപ്പോൾ ഈ ആയത്തിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഉപകാരവും ഉപദ്രവവും ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. അല്ലെങ്കിലും ഇബാദത്താവാം. അങ്ങേയറ്റത്തെ താഴ്മ അവിടെ കാണിച്ചാൽ അത് ഇബാദത്താവും. ഇത്രയും കാര്യങ്ങളാണ് തൗഹീദുൽ ഉലൂഹിയ്യത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.